അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, റബിയുൽ അവൽ വന്നിരിക്കുകയാണ്. ഒന്നാം വസന്തമാസം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം വളരെ പ്രധാനമാണ്. മുഹമ്മദ് നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യമാണല്ലോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. തങ്ങളോട് എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം വിശ്വാസം സുദൃഢമാകും എന്നതാണ് പ്രമാണവും അനുഭവവുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. മുഹമ്മദ് നബിയോടുള്ള സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ മുഹമ്മദ് നബി ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ആമിന അബ്ദുള്ള ദമ്പതികളുടെ പുത്രനായി 571 ജനിച്ച മുഹമ്മദ് എന്ന് നാമകരണം നൽകപ്പെട്ട ആ വ്യക്തിത്വം അള്ളാഹുവിൻ്റെ ദൂതരാണ്, അന്ത്യദൂതരാണ് എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനപ്പുറം മറ്റൊന്നുമില്ല, അതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. അപ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന വിശ്വാസമാണല്ലോ ഈ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ ഹേതു. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം 30 ദിവസവും അവിടുത്തെ പ്രവാചകത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളും സൂചനകളുമായി ഒരു ചർച്ച നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്ന തെളിവ് എന്താണ് എന്നത് വളരെ കൗതുകമുണർത്തുന്ന അനിവാര്യമായൊരു ചർച്ചയാണ്. എന്താണ് യഥാർത്ഥ തെളിവ്? എന്താണ് ബുദ്ധിപരമായ തെളിവ്? ബുദ്ധിപരമായ തെളിവ് എന്ന് പറഞ്ഞാൽ അത് മറ്റാർക്കും അവകാശപ്പെടാൻ പാടില്ല. അങ്ങനെ രണ്ടാമതൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പ്രവാചകനല്ലാത്ത ഒരാൾക്ക് ഈ പദവി ഒരിക്കലും അവകാശപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള തെളിവ് എന്താണ്? അത് അമാനുഷികതകളാണ്, മുഅ്ജിസത്തുകളാണ്. എല്ലാ പ്രവാചകരും ആവശ്യമാകുന്ന ഘട്ടത്തിൽ മുഅ്ജിസത്തുകളെ പ്രകടമാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായത്താൽ. അവരുടെ ജനത ഇത് പ്രവാചകൻ തന്നെയാണോ എന്ന് സംശയിക്കുമ്പോൾ, ഈ അവകാശവാദത്തെ അവർ നിരാകരിക്കുമ്പോൾ അത് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന സവിശേഷമായ കഴിവാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് വിശദീകരിക്കും, പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം. ലളിതമായി പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനങ്ങൾക്ക് അസാധ്യമായത് സംഭവിപ്പിക്കലാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്തിൻ്റെ ഭാഗമായി നടന്ന കാര്യങ്ങളെ ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ചിലപ്പോൾ മനുഷ്യർക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രസ്തുത വിദ്യ ഉപയോഗിക്കാതെ കാര്യം സാധ്യമാകലാണല്ലോ മുഅ്ജിസത്ത്. അപ്പോൾ ഈ മുഅ്ജിസത്ത് നബി അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനേകം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാടെണ്ണം ചരിത്രമായി പോയതാണ് അല്ലേ? ഇപ്പോൾ ചന്ദ്രൻ പിളർന്നത്, കൈവിരലുകൾക്കിടയിലൂടെ ജലപ്രവാഹം ഉണ്ടായത്, മരങ്ങൾ സംസാരിച്ചത് തുടങ്ങി സർവം ചരിത്രമായി പോയി. അത് പ്രമാണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് സനത് കൈമാറി വന്ന ചരിത്ര രേഖകൾ കൊണ്ട് സ്ഥിരപ്പെടുമെങ്കിലും ഇന്നും നിലനിൽക്കുന്ന അവിടുത്തെ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അന്ത്യപ്രവാചകനായതുകൊണ്ട് തന്നെ അവിടുത്തെ മുഅ്ജിസത്തും അന്ത്യകാലം വരെ നിലനിൽക്കണം എന്നത് അള്ളാഹുവിൻ്റെ ഒരു പൊരുളാണ്. അപ്പോൾ മുഅ്ജിസത്താണ് പ്രവാചകത്വത്തിൻ്റെ ബുദ്ധിപരമായ തെളിവ്. നമ്മളത് വിശദീകരിക്കും, ആമുഖം പറഞ്ഞിട്ടതേ ഉള്ളൂ. എന്നാൽ മുഹമ്മദ് നബി എന്ന ഈ വ്യക്തിത്വം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാൻ അനേകം സൂചകങ്ങൾ, അനേകം കാരണങ്ങളുണ്ടാകും. ഈ കാരണങ്ങളെയും നമ്മൾ തെളിവ്, വഴി തെളിയിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള തെളിവ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചില തെളിവുകൾ 30 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഒന്നാമത്തേത്, പ്രവാചകത്വത്തിന് മുൻപുള്ള അവിടുത്തെ ജീവിതം, അവിടുത്തെ സത്യസന്ധത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സിൻ്റെ ശേഷമാണ് അള്ളാഹു നുബുവത്ത് ഔദ്യോഗികമായി ഏൽപ്പിക്കുന്നത്. അതിൻ്റെ മുൻപ് നുബുവത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്ത് പ്രവാചകരുടെ ജീവിതവും സത്യസന്ധതയും എങ്ങനെയായിരുന്നു എന്നത് വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരുപാട് വ്യാജ ഷെയ്ഖുമാർ പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ? ഒരുപാട് വ്യാജ സിദ്ധന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇവരുടെയൊക്കെ മുൻ ജീവിതം, ഗതകാലം പരിശോധിച്ച് നോക്കിയാൽ തിന്മകളിൽ ജീവിച്ച ആളുകൾ, മദ്യപിച്ചിരുന്ന ആളുകൾ, വഴിവിട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ പിന്നീട് എവിടെയോ വെച്ചൊരു ബോധോദയമുണ്ടായി അല്ലെങ്കിൽ എന്ന് അവകാശപ്പെട്ട് പ്രച്ഛന്ന വേഷം ധരിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇത്തരം വ്യാജന്മാരെ തിരിച്ചറിയാനുള്ള ഒരു പ്രധാന മാർഗമാണ് നിങ്ങളുടെ മുൻകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും മറ്റൊരു നാട്ടിൽ തൻ്റെ കുട്ടിക്കാലവും യൗവനകാലവും ഒക്കെ ജീവിച്ച് പ്രബോധനാർത്ഥം മക്കയിലേക്ക് വന്ന ആളല്ല.
മറ്റ് ഗൾഫിൽ നിന്ന് 40 വർഷം കഴിഞ്ഞിട്ട് ലീവിന് വന്ന അല്ലെങ്കിൽ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പ്രബോധനത്തിന് വന്ന ആളല്ല, മറിച്ച് അവർക്കിടയിൽ ജീവിച്ച വ്യക്തിത്വമാണ്. മക്കക്കാർക്കിടയിൽ ജീവിച്ച വ്യക്തിത്വം, അവരുടെ ശൈശവം അവർക്കിടയിൽ, യുവത്വം അവർക്കിടയിൽ. അവർക്ക് മുഹമ്മദ് നബിയെ അറിയാം, അവർക്ക് തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്, ഇത് സത്യസന്ധനാണ് എന്ന് അവർക്ക് ഉറപ്പാണ്. അൽ അമീൻ എന്നാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ സവിശേഷ നാമം. എന്താണ് അർത്ഥം? വിശ്വസ്തൻ. ഞങ്ങളിൽ ഏറ്റവും വിശ്വസ്തൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും നുണ പറഞ്ഞു എന്ന് ആർക്കും ആരോപിക്കാൻ പോലും ഒരു പഴുതുണ്ടായിട്ടില്ല. 40 വർഷം നുണ പറയാതെ സത്യം മാത്രം പറഞ്ഞ് ഒരിക്കലെങ്കിലും കളവ് പറഞ്ഞു എന്ന് ശത്രുക്കൾക്ക് പോലും ആരോപിക്കാൻ പിന്നീട് അവസരമുണ്ടാകാത്ത രീതിയിൽ സത്യസന്ധനാകുക എന്നത് അത് അസങ്കല്പനീയമാണ് ആലോചിച്ച് നോക്കിയാൽ. കാരണം പ്രവാചകനാകാൻ, ഭാവിയിൽ പ്രവാചകനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വ്യാജ പ്രവാചകത്വം വാദിക്കണം, അതിന് ഞാൻ ഇപ്പോൾ മുതൽ നുണ പറയാതെ ജനങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കണം എന്ന് എങ്ങനെയാണ് ജനിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് കരുതാൻ കഴിയുക? ഒരിക്കലും ഉണ്ടാകില്ലല്ലോ. എങ്ങനെയാണ് ശൈശവകാലത്ത് ആ ചിന്ത ഉണ്ടാകുക? കൗമാരകാലത്തും യൗവനകാലത്തുമൊക്കെ അസാധ്യം. അതിനാൽ 40 വർഷത്തെ അവിടുത്തെ ജീവിതം സത്യസന്ധതയിൽ അധിഷ്ഠിതമായിരുന്നു. ഒരു നുണ പോലും തമാശയ്ക്ക് പോലും പറഞ്ഞു എന്നതിന് തെളിവില്ല എന്നത് അവിടുത്തെ പ്രവാചകത്വവാദത്തെ, അവിടുത്തെ അസാധാരണമായ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകമാണ്. തങ്ങളുടെ 35-ാമത്തെ വയസ്സ്, അല്ലെങ്കിൽ അതിനു മുൻപ് കച്ചവട യാത്രകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നുണ്ട്. കച്ചവട യാത്രയിലെ സത്യസന്ധത കണ്ടിട്ടാണ് ജനങ്ങൾ അൽ അമീൻ എന്ന പേര് സ്ഥിരപ്പെടുത്തുന്നത്. ഖദീജ ബീവി എന്ന മക്കയിലെ പ്രസിദ്ധയായ വ്യാപാരിയുടെ ചരക്കുകളുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോവുകയാണ് സിറിയയിലേക്ക്. ആ കച്ചവട യാത്രയിൽ തങ്ങളുടെ ഈ സത്യസന്ധത ജനങ്ങൾക്കൊക്കെ ബോധ്യമാകുകയാണ്. അതിൻ്റെ ശേഷം 35-ാമത്തെ വയസ്സിൽ, നുബുവത്തിന്റെ കേവലം 5 വർഷങ്ങൾക്ക് മുൻപാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത്. മക്കയിൽ കഅബയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. പ്രധാന ഗോത്രങ്ങൾ, 4 പ്രധാന ഗോത്രങ്ങൾ അവിടെ സന്നിഹിതമായിട്ടുണ്ട്. കഅബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ലാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കപ്പെടുന്ന കറുത്ത കല്ല്, ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? ഈ 4 ഗോത്രങ്ങൾ തമ്മിലും തർക്കമായി. അങ്ങനെ അവർ തമ്മിൽ യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി. അപ്പോഴാണ് അവർക്കിടയിലെ പ്രായമുള്ള ഒരു വ്യക്തി പറഞ്ഞു, ആ വഴിയിലൂടെ ആദ്യം കടന്നു വരുന്ന ആളെ നമുക്ക് ഏൽപ്പിക്കാം, മധ്യസ്ഥനായി ഏൽപ്പിക്കാം, അദ്ദേഹം ഈ കർമ്മം നിർവഹിക്കട്ടെ. എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു, ആരാണ് ആ വഴി വരാൻ പോകുന്നത്. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നു വരുന്നത്. ഇവരൊക്കെ സന്തോഷിച്ചു. അൽ അമീനാണല്ലോ വന്നത്, അവർ തങ്ങളെ ഏൽപ്പിച്ചു. നബി തങ്ങളോ ഏറ്റവും നീതിയുക്തമായ രീതിയിൽ അത് നിർവഹിച്ചു. അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട്. എങ്ങനെ? ഒരു തുണിയെടുത്തു, ഹജറുൽ അസ്വദ് ആ തുണിയുടെ നടുവിൽ വെച്ചു. എന്നിട്ട് 4 അറ്റത്തും 4 ഗോത്രങ്ങളെ കൊണ്ട്, അവരുടെ നേതാക്കളെ കൊണ്ട് പിടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലം വരെ അവരെ കൊണ്ട് അത് നീക്കി. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ തങ്ങൾ അതിൽ നിന്നും എടുത്ത് സ്ഥാപിച്ചു. അങ്ങനെ ആ പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിച്ചു. അങ്ങനെ 40 വർഷം ഒരു നുണ പോലും പറയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ ജീവിച്ചു. പിന്നീട് അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ അവരത് അംഗീകരിക്കേണ്ടതാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നുണ പറയില്ലെന്ന് അവർക്ക് അറിയാം, ഒരിക്കലും മോശക്കാരനല്ലെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കേണ്ടതാണ്. എന്നിട്ടും അവരിൽ ചിലർ, ആദ്യം പലർ പിന്നെ ചിലർ എന്തുകൊണ്ട് അവിശ്വസിച്ചു എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. നമ്മൾ 5-ാമത്തെയോ അല്ലെങ്കിൽ 7-ാമത്തെയോ ഒക്കെ എപ്പിസോഡിൽ ആ കാര്യം അൺറാവൽ ചെയ്യും, അത് മറന്നേക്കും. എന്താണ് അബൂജഹൽ അടക്കമുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാനുള്ള കാരണം എന്ന് നമ്മൾ പിന്നീട് വ്യക്തമാക്കും.